എങ്ങനെയുണ്ട് ജലദോഷം? കുറവുണ്ടോ? ഓ ജലദോഷം അപ്പടി മേത്ത് നൊമ്പരം, ആണോ? മുട്ടുവേദന, കുറയുമായിരിക്കും. വേദന. കുറയുമായിരിക്കും. അവിടെ പോകുമ്പോ ഇച്ചിരി ആയുർവേദത്തിന് മരുന്ന് മേടിച്ചിട്ടുണ്ട്. വരുന്നോ? ഞാൻ വരുന്നില്ല, ഈ തണുപ്പും പിടിച്ച്. ആണോ? എന്നൊരു കാര്യം ചെയ്യും, റെസ്റ്റ് എടുക്കും. ഞങ്ങൾ പോയിട്ട് തൂക്കുവാലത്ത് വെച്ചൊരു സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് പോയിട്ട് ഒത്തിരി താമസിച്ചേക്കരുത്. എനിക്കിവിടെ തന്നെ ഇരിക്കാൻ പേടിയോ. ഇവിടെ ആരും വരികയില്ല. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ. വാ കുഞ്ഞി. എനിക്കല്ലേ പേടി. അതെ അതെ, ഇവിടെ വരുന്ന ജീവനം കൊണ്ട് തിരിച്ചു പോകുമെന്ന് പറഞ്ഞു അല്ലേ. പച്ചമ്പച്ചി വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. അപ്പൊ ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയ്ക്കുള്ള ലക്ഷണമുണ്ട് കേട്ടോ. പണ്ട് നമ്മളിവിടെ ഗാനമേള കേൾക്കാൻ വന്ന നമ്മുടെ കരുണാപുരത്തെ പള്ളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ ഈ ഒരു പ്രദേശം നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. എപ്പോ വന്നാലും നല്ല സൈലന്റ് ആയ ഒരു സ്ഥലം. നമ്മള് വന്ന ഈ ശാന്തിപുരത്ത് താമസിക്കാൻ വന്ന സമയത്തല്ലേ ഇവിടുത്തെ പള്ളിയിലെ ഗാനമേള കേൾക്കാൻ വന്ന് നല്ല രസം ഇവിടെ കാണാൻ. പള്ളിയുടെ പരിസരം അല്ലാതെ മറ്റേ ഈ രണ്ട് സൈഡിലും നല്ല മറ്റേ കൊങ്ങിണിപ്പൂ നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയേ, അവിടെയൊക്കെ ഉണ്ടെന്നാലും നല്ല നല്ല രസമുണ്ട്. നല്ല മഴ വരുന്നുണ്ട്. നമുക്കെന്നാ പോയാലും മഴയ്ക്ക് മുന്നേ പോയിട്ട് വരാം. കണ്ടോ ആ ചെടിയൊക്കെ കണ്ടോ, നല്ല വെട്ടി നമ്മൾ കരുണാപുരത്ത് നിന്ന് നമ്മൾ ശാന്തിപുരം ജംഗ്ഷനായി കേട്ടോ. കരുണാപുരത്ത് നിന്ന് 1/2 കിലോമീറ്റർ ഉള്ളൂ ശാന്തിപുരത്തേക്ക്. ശാന്തിപുരത്ത് നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു പോയാൽ കൂട്ടാറിലോട്ട് പോകും. നേരെ പോയി കഴിഞ്ഞാൽ രാമക്കൽമേട് പോകും. നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് കൂട്ടാർ വഴി അങ്ങ് പോകാം അല്ലേ. രാമക്കൽമേട് എന്നിട്ടും തൂക്കുവാലം വരാം. നമുക്ക് കൂട്ടാർ വഴി ഇവിടുത്തെ കടയിൽ നിന്ന് നമുക്ക് റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങിച്ചുകൊണ്ട് പോകാം. എല്ലാ പ്രാവശ്യവും റേഷൻ മേടിക്കാൻ ഞാനാ പോകുന്നത്. ഇവരും കൂടെ ഒന്ന് പഠിച്ചു 3 പേരും കൂടെ വിട്ടതാ കടയില്. വാങ്ങിച്ചു പഠിക്കട്ടെ. വരുമോന്നോ? റേഷൻ കാർഡിൽ പേരുണ്ടോന്നൊക്കെ അറിയാം. പേര് വെട്ടിയോ ഉണ്ടോ? ആദ്യം ഓണർ കൈ വെക്കണം. അത് കഴിഞ്ഞ് വെച്ചിട്ട് വേണം പിന്നെ നമ്മുടെ വരെ. 500 ഉണ്ടോ? റേഷൻ കടയിൽ പോകാൻ പഠിച്ചോടാ? എത്രയുണ്ട്? പഠിച്ചോ? ഉണ്ടോ? ഉണ്ട്. ഞാൻ പഠിക്കുന്നത് കേട്ടോ. 20, 30 ഉള്ളു കാര്യം. 40. അങ്ങനെ നമ്മൾ കൂട്ടാർ ടൗണിലെത്തി കേട്ടോ. കൂട്ടാർ വൈകുന്നേരം ആയതിന്റെ തിരക്കാണ്. എല്ലാരും പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമല്ലേ, അതാ നല്ല തിരക്കാ. ഇച്ചിരി മഴ കുറഞ്ഞ് നിൽക്കുന്നതിന്റെ ഒരു തിരക്കുണ്ടെന്ന് തോന്നുന്നല്ലേ. നമ്മളെ കൂട്ടുകാരാ കേട്ടോ മൊത്തം. തെളിവ് കഴിഞ്ഞതേ പിന്നെ തൂളാൻ തുടങ്ങി. തെളിവൊക്കെ തീർന്നു. കൂട്ടാർ ഷാപ്പ് കണ്ടോ? ഇതാണ് നമ്മുടെ കൂട്ടാർ ഷാപ്പ്. എന്നും കാണുന്നുണ്ട്, പക്ഷെ ഇതുവരെ കേറാൻ പറ്റിയിട്ടില്ല. അതെ അല്ലേ. ഇതാണ് കൂട്ടാർ ഷാപ്പ്. തിരക്കല്ലേ ഇവിടെ. ഇത് കണ്ടോ? ഇതാണ് കൂട്ടാറിലെ പുതിയ പാലം. പുതുക്കി പണിത പാലമാണ്. പഴയ പാലം താഴെയായിരുന്നു. ഇത് വേറെ ഹൈറ്റൊക്കെ കൂട്ടി വെള്ളം കയറാതെ നല്ല രീതിയിൽ പണിതാ. അടിപൊളി പാലമായി, നല്ല സീനറി ആയല്ലേ. കൂട്ടാർ പാലത്തെ ഒന്ന് ടാറ്റിലോട്ട് നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ഏതാറ് കണ്ടാലുവേ വെള്ളം കാണാതെ പോയ ഒരു സമാധാനമില്ല. അതെയല്ലേ. എന്നാന്നറിയത്തില്ല. പഴയ പാലമായിരുന്നെങ്കിലും ഉണ്ടല്ലോ. പഴയ പാലത്തിലാണെങ്കിൽ ഇപ്പൊ വെള്ളം നല്ല വെള്ളം ആകുമ്പോഴത്തേക്കും വെള്ളം കയറിയാണ്. ഇപ്പൊ നല്ല ഹൈറ്റ് ഉണ്ട്. അതെ, നമ്മള് ഓരത്തോട്ടിലാണെങ്കിലേ മഴ പെയ്ത് കഴിയുമ്പോ സന്ധി കഴിഞ്ഞിട്ടാണേലും എല്ലാവരുടെ വെള്ളം കയറിയത് കാണാൻ പോവല്ലേ. ഇതിപ്പോ നല്ല ഹൈറ്റ് ആയി പാലത്തിന്. വഴിയും നല്ല സൂപ്പറായല്ലേ. അവിടെയൊക്കെ വെള്ളം കയറിയായിരുന്നു കേട്ടോ. താന്നതാ, പുല്ലെല്ലാം ചാഞ്ഞ് കിടക്കുന്നത്. അതുകൊണ്ട് ആ ഇല്ലിയെല്ലാം പൂത്തും. എല്ലാം അത് പോയി. എല്ലാം ഈ പൂത്തതെല്ലാം മൊത്തം പോകും. ആണോ? ഇല്ലി പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആയുസ് കഴിഞ്ഞു. ഉണങ്ങിപ്പോ. ഇതാ ഈ മുളയരി കണ്ടോ? അതിന്റെ എല്ലാം അരി കണ്ടോ? ഇതാണ് മുളയരി. ഇതാ മുളയരി ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ അരി കണ്ടോ? അതാണ് മുളയരി ആയിട്ട് എടുക്കുന്നത്. വയനാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെടുക്കാൻ പറ്റത്തില്ലല്ലോ.
ഇത് അവിടെ ആണെങ്കിൽ എടുക്കാം, ഇവിടെ ഉള്ളവർക്ക് അത് എടുക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും. അവിടെ ആദിവാസികൾ ഒത്തിരി പേരില്ല, അവരെ ഇതെല്ലാം എടുത്തു കൊടുക്കും. ആഹാ. മഴ തൂളാൻ തുടങ്ങി. ആ വണ്ടി കിടക്കുന്നില്ലേ, നമ്മളെ വണ്ടി കിടക്കുന്നില്ലേ, ഉം. ആ സ്ഥലം വല്ല പരിചയമുണ്ടോ? അത് നമ്മളെ കടയ്ക്കും കട വെക്കാനായിട്ട് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടോ അവിടെ? അതെ. വലിയ എന്ത് താമസിക്കാതെ നടക്കുമെന്നറിയത്തില്ല. വലിയ താമസിക്കാതെ നമുക്ക് അവിടെ ഒരു കടയും വീടും ഒക്കെ തല്ലിക്കൂടാം. വീടുകളെല്ലാം കൂടെ പണിയാന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. എന്താ നടക്കുന്നതെന്ന് ഒരു പിടിയില്ല. ലോൺ തരാമെന്ന് മാനേജർ സർദാർജി പറഞ്ഞു. ഇത് കണ്ടോ, ഇതാ തേർഡ് ക്യാമ്പിലെ പുതിയ മുസ്ലിം പള്ളിയാണ് കേട്ടോ. പുല്ലൊക്കെ പിടിപ്പിച്ചു കേട്ടോ. ഇവിടെ നല്ല രസമായി, ഇപ്പൊ എല്ലാം നല്ല സെറ്റായി കാണാനായിട്ട്. ചെടിയും വെച്ചല്ലേ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് തേർഡ് ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ ഇത് മുസ്ലിം പള്ളി, ഇതിന് തൊട്ടടുത്ത് ഇവിടുത്തെ മഹാദേവ ക്ഷേത്രം, ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളി, എല്ലാം അടുത്തടുത്ത് ഒരു 100 മീറ്ററിനുള്ളിൽ മൊത്തം എല്ലാം ഉണ്ട്. ഒരേ സൈഡില് അടുത്തടുത്ത്. സ്വസ്ഥ ഉണ്ടോ? സ്വസ്ഥ അത് 2 ടയർ രാവിലെ ടയർ പഞ്ചറായിരുന്നു, അപ്പോൾ 2 ടയർ അതിന് അടിയിൽ എടുത്തു വെച്ചതാണ്. സ്വസ്ഥ ഒരെണ്ണം, പിന്നെ വ്യോഷാദി വടകമുണ്ടോ അതൊരെണ്ണം, പിന്നെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇപ്പോൾ പറയാം. മെറുങ്ങിൻ്റെ പേര് അലക്സ്. അപ്പോൾ എത്രയായി? 145. എന്താണ് വാർത്തകളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു, മഴ മാത്രം. അതേ ഉള്ളൊരു വാർത്തയായിട്ട് പറയാം. അതെ അല്ല, ഇപ്പം മൊത്തം മഴയാ വാർത്തയിൽ. എന്നാ ശരി. നമ്മൾ തേർഡ് ക്യാമ്പൊക്കെ കഴിഞ്ഞ് ബാലഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ പുളിയമ്മല കട്ടപ്പന, റൈറ്റ് പോയാൽ തൂക്കുപാലം രാമക്കൽമേട്. നമുക്ക് റൈറ്റ് പോവാം. തൂക്കുപാലം നമ്മുടെ അവിടുന്ന് തൂക്കുപാലം വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? വീടിന്റെ അവിടുന്ന് നമ്മൾ അവിടുന്ന് തൂക്കുപാലം വരെ 10 കിലോമീറ്റർ ആണ്. 10. അങ്ങനെ നമ്മൾ ബാലഗ്രാമിൽ നിന്ന് തൂക്കുപാലം എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ തൂക്കുപാലത്ത് നിന്ന് ഇവിടുന്ന് ഇത് ജംഗ്ഷനാണ്. ഇവിടുന്ന് നേരെ പോയാൽ നെടുങ്കണ്ടം പോകും. നമ്മൾ റൈറ്റ് പോകും. റൈറ്റ് പോകുന്ന ആണ് തൂക്കുപാലം ടൗണിലേക്ക് പോകുന്നത്. റൈറ്റ് പോയാൽ തൂക്കുപാലം രാമക്കൽമേടൊക്കെ പോകുന്നതാണ്. ആദ്യം എന്നാ പരിപാടി? ആദ്യം ഈ പാലം കണ്ടോ, ഇതായിരിക്കും പഴയ തൂക്കുപാലം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കോൺക്രീറ്റ് പാലമേ ഉള്ളൂ. ഇത് പഴയ പാലം, അത് കഴിഞ്ഞ് പോകുന്ന പാലമാണ് തൊട്ടപ്പുറത്തേത്. കണ്ടോ? ഫസ്റ്റ് സപ്ലൈകോയിൽ കയറുന്നുണ്ടോ? സപ്ലൈകോയിൽ കയറണം. ഇപ്പോഴാണ് ഇവിടെ വണ്ടി ഒതുക്കാൻ ശകലം ഇടയുണ്ട്. സപ്ലൈകോയിൽ കയറിക്കും. എല്ലാ മാസവും സപ്ലൈകോയിൽ ഒന്ന് കയറിയില്ലെങ്കിലേ സമാധാനം കിട്ടില്ല. അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, സപ്ലൈകോയിൽ പോയിട്ട് വന്നാ. നിങ്ങളെ സപ്ലൈകോയി സാധനം എല്ലാം മൊത്തം കിട്ടിയോ? എല്ലാം ഉണ്ടായിരുന്നു. ആണോ? എല്ലാ സാധനം കിട്ടി. സപ്ലൈകോയുടെ പരിപാടി കഴിഞ്ഞു. ഇനി എന്നാ പരിപാടി? ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ആണോ? വേറെ എന്തോ ഏതാണ്ട് ടോപ്പ് എടുക്കണമെന്നാണൊക്കെ പറഞ്ഞായിരുന്നു. ആ പൈസ എല്ലാം സപ്ലൈകോയി തീർത്തേന്ന്. അത് കൊള്ളാം. യുവമാരെ കൊണ്ട് കയറിയുണ്ടല്ലോ, ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഇരട്ടി യുവമാരെടുക്കും. ഇവർക്ക് അവിടെ ചെന്നപ്പോ ഹാൻഡ് വാഷ്, മറ്റേ എന്താടാ ഈ വണ്ടിയിലിരുന്ന ആരും മോശമല്ലേ? അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ വാരി എടുക്കും. അപ്പം ഇന്നത്തെ കലാപരിപാടി അവസാനിപ്പിച്ച് പോകാന്നാണോ പറയുന്നത്? ഈ തൂക്കുപാലം മാർക്കറ്റില്ലേ, തൂക്കുപാലം എന്ന് പറഞ്ഞ സ്ഥലം ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പഴയ മാർക്കറ്റുകളിൽ ഒരു സ്ഥലമാണ് തൂക്കുപാലം. പണ്ട് പോലെ കമ്പത്തുനിന്നും അവിടുന്ന് ഇവിടുന്നും എല്ലാ ആളുകൾ സാധനങ്ങൾ കൊണ്ട് പണ്ട് ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുകയല്ലായിരുന്നു. അന്ന് മുതലുള്ള ഒരു മാർക്കറ്റാണ്, ഫേമസ് മാർക്കറ്റാണ് തൂക്കുപാലം. ഹൈറേഞ്ചിലെ തന്നെ മെയിൻ മാർക്കറ്റുകളിൽ ഒന്നാണ്. ഞായറാഴ്ച ദിവസമാണ് മാർക്കറ്റ്. വെളുപ്പിന് തുടങ്ങും. വെളുപ്പിന് മറ്റേ ദിവസമാണ് മെയിൻ മാർക്കറ്റ്. കച്ചവടം ഉണ്ട്. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ ആട്, മാട്, പോത്ത് അങ്ങനെയുള്ള സാധനങ്ങൾ, പച്ചക്കറി എല്ലാം ഉണ്ട്. എല്ലാ സാധനവും മെയിൻ മാർക്കറ്റാണ്. അപ്പോൾ പഴയ തൂക്കുപാലം മാറി ഇപ്പൊ കോൺക്രീറ്റ് പാലം ആയെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പാലം മാത്രം മാറി. പാലം പഴയ ഒരു പാലവും പുതിയൊരു പാലം, അങ്ങനെ 2 പാലമുണ്ട്. ഓപ്പി
അച്ചമ്മച്ചിക്ക് അലക്സ് എന്നും പറഞ്ഞൊരു ഗുളിയുണ്ട്. അലക്സ് അലക്സോ? അലിയിപ്പിച്ച് കഴിക്കുന്ന ഗുളികയുടെ പേരാ അലക്സ് എന്നാ. അതെ, അലിയിപ്പിച്ച് കഴിക്കുന്ന തൊണ്ടവേദനയൊക്കെ പോകാനായിട്ടേ പെട്ടെന്ന് ആ, പോകുന്നു. നമ്മുടെ അവിടുത്തെ ആ മെഡിക്കൽ ഷോപ്പിൽ കാണും, അവിടുന്ന് വാങ്ങിക്കണേ. ഓപ്പി ജിമ്മിൽ പോകുന്നുണ്ടോ? ഓപ്പിന്ന് ഇല്ല തിങ്കളാഴ്ച തൊട്ട് പോവാ. ആണോ? അതുകൊണ്ടോ? നല്ല തിരക്കാ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം നല്ല തിരക്കാവും. അതായത് ഈ റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നോണ്ടേ ഇടയില്ലല്ലോ. പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആൾക്കാർ ഈയിടെ പറയുന്നത് കേട്ടു, ഈ ഓരോ കടയിലോട്ടും കയറാനായിട്ട് ഓടയൊക്കെ പണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പാലം ഇട്ടേക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാലം ഉള്ളത് തൂക്കുപാലത്താണ്. അത് ശരിയാ, ഈ വഴി വീത് കൂട്ടുന്നോണ്ട് അതുകൊണ്ടോ എല്ലാ കടയിലോട്ടും കയറണമെങ്കിൽ ഓരോ പാലം ഇട്ടേക്കുക. പാലം ഇട്ടേക്കുവാ. കടകളെല്ലാം മൊത്തം കടയിലും അതെ. കടകളെല്ലാം ശരിക്കും കുഴിയിലായി. ഇതുണ്ടോ, ഇവിടെ തന്നെ ഉണ്ടോ എന്തേരം പാലം വന്നുണ്ടോ. അതെ, അത് കൊള്ളാലോ. ഇതേ ആ മെഡിക്കൽ സ്റ്റോറിൽ കാണും, അവിടുന്ന് വാങ്ങി. കോപ്പിയാണ്ട് അവിടെ പോയി നിൽപ്പുണ്ട് കേട്ടോ. അലക്സ് കിട്ടുമെന്ന് നോക്കാൻ പോയതാന്ന് തോന്നുന്നു. അലക്സ് ഉണ്ടോ ആവും. ഉണ്ടെന്ന് തോന്നുന്നു, എടുത്തിട്ടുണ്ട് കയ്യിൽ. ആണോ? ആ, അലക്സ് കിട്ടി. ഏറ്റവും കൂടുതൽ പാലങ്ങളുടെ നാടാണ് തൂക്കുപാലം. ഇപ്പം ഈ പാലം ഇത് റോഡ് പണി കഴിഞ്ഞ് കഴിയുമ്പോൾ പാലം എല്ലാം മാറും കേട്ടോ. ആ, എല്ലാവരും കാണും. ഈ സ്ഥലത്തേക്ക് കണ്ടോ, ഇതിനകത്തേക്കാണ് തൂക്കുപാലം മാർക്കറ്റ്. ഇന്നൊന്നും നോക്കി അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നേ അറിയത്തില്ല. ആ, ഞായറാഴ്ച വന്നാലേ. ആ, അതെ 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 അതെ. അതാ എന്റെ ജിമ്മ്. നിന്റെ ജിമ്മ് ഇവിടെ ആണോ? അതല്ല മെയിൻ. ഏതാ അതിൻ്റെ പേരെന്നാ? ഫിറ്റ്നസ് സ്റ്റുഡിയോയോ? ആ, അത് കൊള്ളാലോ. ഇവിടെ ആണോ എല്ലാ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്? എൻ്റെ മാസ്റ്ററെ ഒന്ന് കാണണം. നിപ്പുണ്ടല്ലോ അവിടെ ആരൊക്കെ. ജിമ്മന്മാര് നിൽപ്പുണ്ടല്ലോടാ. ആണോ? ഇതാ കേട്ടോ തൂക്കുപാലം ബസ് സ്റ്റാൻഡ്. ഇതുണ്ട്, ഇത് നമ്മളെ തൂക്കുപാലത്തു നിന്നേ നമുക്ക് വീട്ടിലോട്ട് പോകാനായിട്ട് തിരിച്ചൊരു എളുപ്പവഴിയാണ് ഇതേ. ആ എളുപ്പവഴിയിൽ കയറി പോകുമ്പം ആ മേളിലേക്ക് ഉണ്ടോ വഴിയുണ്ടോ? വഴി ആകാശത്തോട്ട് എന്ന് മുട്ടുന്ന പോലല്ലേ. നമ്മൾ ആകാശത്തെ തൊടാറായി. ഇത് നല്ല രസമാണ്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും, സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കാറ്റാ. അതെ, മഴക്കാലവും കാറ്റും മഞ്ഞും തണുപ്പും. നല്ല അടിപൊളി. പണ്ട് നമ്മള് ഇവിടെ വന്ന സമയത്ത് ഇവിടെ വരുന്ന ഓർക്കുന്നുണ്ടോ? അതെ, പക്ഷെ ഇവിടെ വരെ റോഡ് ടാറിങ് ആയിട്ടില്ല നേരം. ഇല്ല, അത് നമ്മള് താഴെ വന്നിട്ട് തിരിച്ചു തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മള് കഴിഞ്ഞാ ജീപ്പ് പിന്നെ കൊണ്ട് കണ്ട് കേറി വന്നു പിന്നെ ഇവിടെ കയറി വരെ. വന്നു. അപ്പൊ നല്ല റോഡായി. കാറ്റാടിയൊക്കെ ഇറങ്ങുന്നുണ്ടോ? നല്ല കാറ്റാ. വേണേ 2 മിനിറ്റ് ഇറങ്ങി നിൽക്കാം കേട്ടോ. അതെ, മണ്ടകളിൽ ഇറങ്ങിയിരിക്കാം. നല്ല മഴക്കാറും ഉണ്ട്. മഴ പെയ്യുവാണെങ്കിൽ മൊത്തം നനയുകയും ചെയ്യും. അതുപോലെ കാറ്റ്. ആ, ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു, എല്ലാം പൊളിച്ചോ? കടയുണ്ട്, കട്ടനും കാറ്റും എന്നാ. ഉണ്ടോ താഴെ ഉണ്ടോ? താഴെയാണ് തൂക്കുപാലമൊക്കെ കാണുന്നത്. മലനിരകളാ അല്ലേ? എങ്ങനെയുണ്ട്? കാറ്റുണ്ടോ? പറന്നു പോകും തോന്നുന്നു ഇപ്പൊ. ഇതല്ല, അത് ഇത്രയും ശക്തിയിൽ കാറ്റടിക്കുന്നതുകൊണ്ട് അതുകൊണ്ടോ കാറ്റാടി എല്ലാം കറങ്ങുന്നത് കണ്ടില്ലേ? എന്നാ കാറ്റല്ലേ? ആ, നല്ല രസമല്ലേ? ഇനി നടക്കുന്നുണ്ടോ? ആണോ? നമുക്ക് അധികം സമയം കളയാതെ പോകാം കേട്ടോ. ഇത് എന്തിനുള്ളത്? ഈ പൈപ്പ് കൊണ്ടിട്ടേക്കുന്നേ? ഇത് കുടിവെള്ള പദ്ധതിയുടെയാ. ആണോ? ഇത് കേട്ടോ, ഞാൻ ഓർത്തിനി ചെറിയ കാറ്റാടി കൊണ്ട് വെക്കാനാണോ? ചെറിയ കാറ്റാടിയോ? ആ, ഇതേലോ. അത് കൊള്ളാം. അതിലൂടെ ഒക്കെ ഉണ്ട് മഞ്ഞെല്ലാം. ഇത് കണ്ടോ, പുതിയ കട വെക്കാനാന്ന് തോന്നുന്നു കേട്ടോ. ഷെഡൊക്കെ അടിച്ചിട്ടേ. ഈ ഇവിടെയൊക്കെ കട വെച്ചിട്ട് കാറ്റ് ഈ കാറ്റ് കൊള്ളാനായിട്ട് ആൾക്കാർ വരുന്നത്. മഞ്ഞും കൂടെ, ഈ ചെറിയ മഴയും കൂടെ ആണെങ്കിൽ മഞ്ഞ് കയറും. ഇവിടെ എല്ലാം അതുകൊണ്ട് ആ മലകളെല്ലാം മഴ പെയ്യുന്നുണ്ട് അല്ലേ? നല്ല കാറാ മഴക്കാറ്. എന്തേറെ മരങ്ങളാ അല്ലേ? നോക്കിയാ താഴോട്ട് നോക്കിയാ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എത്രയോ ലക്ഷം മരങ്ങളായിരിക്കും. അടിപൊളി കാറ്റും. അടിപൊളി കാറ്റ്. പോയാലോ? പോയേക്കാം. തന്നെ ഉള്ളൂ, പോയേക്കാം. പല്ല് കൂട്ടിയിരിക്കുന്നു. പോവാ. അപ്പൊ നമ്മളിന്ന് കടയിലൊക്കെ പോയിട്ട് ഇത്ര സാധനമൊക്കെ അല്ലേ വാങ്ങിച്ചേ. സപ്ലൈകോയിന്ന് ഇത്ര സാധനമൊക്കെ വാങ്ങി. പിന്നെ അമ്മയ്ക്ക് 2-3 ടോപ്പോ അതൊക്കെ വാങ്ങിച്ചു. ഇനി ഇതെല്ലാം ഒന്ന് പെറുക്കി അടുക്കി വെക്കണം കേട്ടോ. ആ. സഹായിക്കണം, നല്ല പെട്ടെന്ന് തീരുള്ളൂ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.